അടുത്ത മത്സരം വരുന്നത് നോർവേ ഇംഗ്ലണ്ട് തമ്മിലാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അഗ്രസീവ് ആകാൻ സാധ്യതയുള്ള, ഏറ്റവും സ്പീഡി ആയിട്ടുള്ള ഒരു ഗെയിം ആവാൻ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടത്തിന് ചാൻസസ് ഉണ്ട്. അങ്ങനെയാണ് തോന്നേണ്ടത്. എർലിംഗ് ഹാളൻഡിൻ്റെ നോർവേ ഒഡേഗാർഡ് സപ്പോർട്ട്, ഇംഗ്ലണ്ടിൻ്റെ മറുവശത്ത് സൂപ്പർ ഫോമിൽ ഹാരി കെയ്നും. അതൊരു സൂപ്പർ ഗെയിം ആവാൻ സാധ്യതയില്ലേ? ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യും നോർവേ? യെസ്, ഫ്രാൻസ് മൊറോക്കോ പോലെ തന്നെ ഇംഗ്ലണ്ട് നോർവേ മത്സരം ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും മികച്ച 2 മത്സരങ്ങൾ ഇതാവാനാണ് സാധ്യത. ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിൽ താങ്കൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് റൈറ്റ് ബാക്കിലൊക്കെ ചോദ്യചിഹ്നങ്ങളുണ്ട്. ക്വാൻസാക്കി കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയിരുന്നു, ട്രംപ് ഒന്നും ഇല്ലല്ലോ അപ്പീൽ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. അങ്ങനെ ഉള്ളൊരു സാഹചര്യമുണ്ട് ഡിഫൻസിൽ. അതുപോലെ തന്നെ ഗ്വേഹി കോൺസ പാർട്ണർഷിപ്പ്, ഗ്വേഹി അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. എന്നാൽ പോലും അവിടെയും ചെറിയ ചെറിയ വിള്ളലുകളുണ്ട്. ലെഫ്റ്റ് ബാക്ക് ആണെങ്കിലും അത്ര സോർട്ടഡ് അല്ല. നിക്കോ ഒറേലിയും അതുപോലെ ജഡ് സ്പെൻസർ റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാക്കിലും ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി പോരായ്മകളുണ്ട്. എന്തുകൊണ്ട് ട്രെൻഡിനെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു ചോദ്യമായി. എവിടെയെങ്കിലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ആദ്യം വരാൻ പോകുന്നത് അതായിരിക്കും തുഷേലിന്റെ മുമ്പിൽ. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിലാണ് ചോദിച്ചിരുന്നത്. മെക്സിക്കോ ചെലുത്തിയ സമ്മർദ്ദം നിസ്സാരമൊന്നും ആയിരുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്രതിരോധിച്ചു നിന്നു. പിക്ഫോർഡ് ചില നല്ല സേവുകളൊക്കെ നടത്തി. പിക്ഫോർഡിൽ ഇത് പൊതുവേ ഒരു മിസ്റ്റേക്ക് എപ്പോഴും വരും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. അറ്റാക്കിലാണെങ്കിൽ കെയ്ൻ, ബെല്ലിംഗ്ഹാം, കഴിഞ്ഞ മത്സരം നോക്കുവാണെങ്കിൽ ഗോർഡൻ, ഇവർ 3 പേരും സോർട്ടഡ് ആണ്, മനോഹരമായി കളിക്കുന്നു. ഹാരി കെയ്ൻ എന്ന ഫിനിഷർ, നമ്മൾ പെനാൽറ്റിയുടെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ലോകകപ്പിൽ ഇത്ര മനോഹരമായി പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്ന വേറൊരു താരമില്ല. 7 പെനാൽറ്റി അടിച്ചതിൽ 6 പെനാൽറ്റി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് ഒത്തിരി അധികം താരങ്ങൾ പെനാൽറ്റി മിസ് ചെയ്യുന്നു. അതിന്റെ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. അവിടെയാണ് ഹാരി കെയ്ൻ വ്യത്യസ്തനാവുന്നത്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് 2 പെനാൽറ്റി കിട്ടിയത് ഒരെണ്ണം അടിക്കാൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം മിസ്സാക്കിയ ഒരു പെനാൽറ്റി കഴിഞ്ഞ ലോകകപ്പിന്റെ 2022. അപ്പോൾ അത് ചിലപ്പോൾ അദ്ദേഹത്തെ അലട്ടും. ഇത്തവണ ഈ ഒരു കടമ്പ മറികടക്കേണ്ടത് ഹാരി കെയ്ന്റെ ഉത്തരവാദിത്തമാണ്. ഹാരി കെയ്ൻ അതൊരു അസാമാന്യ സീസണാണ് ബയേണിന് വേണ്ടി കഴിഞ്ഞു പോയത്. എനിക്ക് തോന്നുന്നു 81 ഗോൾ കോൺട്രിബ്യൂഷനായി മൊത്തം ക്ലബ് ആൻഡ് കൺട്രിക്ക് വേണ്ടി. അപ്പൊ അതുപോലൊരു സീസൺ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 21ാം നൂറ്റാണ്ടിൽ നോക്കുവാണെങ്കിൽ ലിയോണൽ മെസ്സി മാത്രമാണ് 91 ഗോൾ അടിച്ച ആ ഒരു സീസൺ മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അതുപോലത്തെ ഒരു സീസണാണ് ഹാരി കെയ്ന്. അപ്പൊ ഇത്തവണ ഇംഗ്ലണ്ടിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹാരി കെയ്ന് ബാലൺ ഡോറും നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഹാരി കെയ്ൻ ഫാനാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു നമ്പർ 9, നമ്പർ 10 റോൾ രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കളിക്കാർ ഇപ്പോൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാരി കെയ്ൻ ബെല്ലിംഗ്ഹാം കോമ്പിനേഷൻ അതാണ് ഇംഗ്ലണ്ടിന്റെ തുറുപ്പ് ചീട്ട്. മിഡ്ഫീൽഡിൽ ഡെക്ലാൻ റൈസ് നന്നായി കളിക്കുന്നുണ്ട്. അദ്ദേഹം നന്നായി മിഡും അറ്റാക്കിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ റൈറ്റ് ബാക്കിൽ കളിപ്പിക്കണമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. കാരണം നോർവേ നന്നായിട്ട് ഫ്ലാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോർവേയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഹാലൻഡിന്റെ ഫിനിഷ് പറഞ്ഞു, ഒഡേഗാർഡിന്റെ ക്രിയേറ്റിവിറ്റി പറഞ്ഞു. അത് രണ്ടും ഒരു പ്രധാന ആയുധം തന്നെയാണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ എന്നെ ഇംപ്രസ് ചെയ്ത് ബ്രസീലിന് പന്ത് കാണാൻ കൊടുത്തില്ല അവർ. ഇംഗ്ലണ്ടിനും മെക്സിക്കോക്കെതിരെ പന്തില്ലായിരുന്നു എന്ന് ഓർക്കുക, പൊസഷൻ കുറവായിരുന്നു. അപ്പോൾ പാട്രിക് ബെർഗും സാൻഡെ ബെർഗും ഓഡേഗാർഡും ചേർന്ന് നന്നായിട്ട് തന്നെ പൊസഷൻ മെയിൻറ്റെയിൻ ചെയ്തു, നന്നായിട്ട് അവരുടെ കളി മെനഞ്ഞു. അത് നോർവേക്ക് ഒത്തിരി ബൂസ്റ്റ് ചെയ്യും. ഒരു ടീം ഗെയിമാണ് നോർവേ പുറപ്പെടുവിച്ചത്. അതിന് ഫിനിഷിംഗ് ടച്ച് ഹാലൻഡ് നൽകി. ക്രെഡിറ്റ് മുഴുവൻ ഹാലൻഡിൽ പോകുമെങ്കിലും എതിരാളികൾ ഒരിക്കലും ഹാലൻഡിൽ മാത്രമായി ഫോക്കസ് ഒതുക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ല മികച്ചൊരു പോരാട്ടമായിരിക്കും. സാധ്യതകൾ കൂടുതലും കൽപ്പിക്കുന്ന ഇംഗ്ലണ്ടിന് തന്നെയാണ്. പക്ഷെ നോർവേയുടെ ഗോൾ കീപ്പർ നീലൻ നല്ല അടിപൊളി ഫോമിലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. പെനാൽറ്റി അടക്കം നിരവധി സേവുകൾ നടത്തി. എന്നാലും ഹാരി കെയ്ന്റെ ക്ലാസും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ആ ഒരു റണ്ണുകളും അതുപോലെ ഫിനിഷിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ ഇംഗ്ലണ്ടിന് നേരിയ മുൻതൂക്കമുണ്ട്. ഇംഗ്ലണ്ടിന്റെ നേരിയ മുൻതൂക്കം. ഇനിയാണ്